ശത്രു ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ശത്രുക്കളൊന്നും ആയിട്ടില്ല. നമ്മുടെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇതൊന്ന് ഇറക്കി വെക്കണേ. ഓക്കെ. അപ്പോ നമുക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രുവിനെ കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കണേ. നിങ്ങൾക്ക് വേണോ? എങ്ങനെയാണ് ഞാൻ അറിയാൻ നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന്? നമ്മളുടെ ഡിസിഷൻസ് ആണ് നമ്മുടെ ജീവിതം എന്ത് വേണമെന്ന് ആക്കി തീർക്കുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ വന്നിട്ടുള്ളതല്ല. ഞാൻ ഇവിടെ മദറിനോട് സംസാരിച്ച് ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതല്ല. മോട്ടിവേഷൻ ബേസിക്കലി 1-2 മണിക്കൂർ നിങ്ങളെ ഇതിനെ പറഞ്ഞ് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. പക്ഷെ മോട്ടിവേഷൻ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം, നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു എനിമിയുണ്ട്. ആ എനിമിയെ കണ്ടുപിടിക്കാം. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കാം. മൈൻഡ് വളരെ ബ്ലാങ്ക് ആയിട്ട് വെക്കുക. നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് നമ്മുടെ ആവശ്യങ്ങളല്ലേ കൂടുതലായിട്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ എത്ര കാര്യങ്ങളാണ് ഈശ്വരൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത്, അല്ലേ? എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഈശ്വരൻ നേരിട്ടാണോ അത് നമുക്ക് തരാറുള്ളത്? പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ. ഇപ്പൊ നല്ല വിദ്യാഭ്യാസം നമുക്ക് ഈ സ്കൂളിലൂടെയാണ് കിട്ടുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഈ സ്കൂളിൽ ചേർത്തത് കൊണ്ട് ഈ സ്കൂളിൽ നിന്നാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പല വ്യക്തികളിലൂടെ, സാഹചര്യത്തിലൂടെയാണ് കിട്ടുന്നത്. അപ്പോ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നത് പല വ്യക്തികളിലൂടെയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ കൂടെ 2 വ്യക്തികളുണ്ട്. ഒന്ന് നമ്മളുടെ ഏഞ്ചൽ, ഒന്ന് ഡെവലർ. ഈ 2 വ്യക്തി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെ ഞാൻ എനിക്ക് സംസാരിക്കും, ഒരാൾ നോക്കി ചിരിച്ചാൽ ഞാൻ എന്താ വിചാരിക്കാം? എനിക്ക് സന്തോഷമാണ് ഉണ്ടാവുക. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടാവും എന്ന് വിചാരിച്ച് മാറ്റി തന്നാണ്. അപ്പോ ഈ കൈയൊന്ന് ഇറക്കി വെച്ച് ഇനി നോക്കിക്കോ കുട്ടികളെ. നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഏത് പേഴ്സണെയാണ് നിങ്ങൾ ഇപ്പോൾ കൂടെ നിർത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 2 വ്യക്തികൾ നമ്മുടെ കൂടെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഡെവിളാണ്, മറ്റൊരു ഏഞ്ചലാണ്. 2 പേരും നമ്മൾ ആഗ്രഹിച്ചത് ഒക്കെ നമുക്ക് ചെയ്തു തരും. പക്ഷെ ഡെവിൾ എപ്പോഴും നമുക്ക് കംഫർട്ട് സോൺ ആണെന്നില്ല. ഇന്ന് പഠിക്കണം എന്നുണ്ട്, പക്ഷെ നാളെ പഠിച്ചാലും കുഴപ്പമില്ലല്ലോ, എക്സാം ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഓക്കെ ആയിരിക്കും. നമ്മൾ എന്ത് നല്ല തീരുമാനം എടുക്കുന്നത് നമ്മുടെ ഏഞ്ചലിന്റെ മൈൻഡ് കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിച്ച അതിലേക്ക് എത്താനുള്ള എല്ലാ പവറും ഏഞ്ചലിനുണ്ട്. ഏഞ്ചൽ നമുക്കത് തരും. പക്ഷെ ഏഞ്ചൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽപ്പറാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമാണെന്നറിയോ? നമ്മുടെ ഡെവിളിനാണ്. കാരണം ആ ഡെവിൾ നമ്മളെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തൊന്നുമില്ല. നമുക്ക് മടിയാണ്. സാരമില്ല, ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ പഠിക്കാലോ, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും പഠിക്കുന്നത്. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, വീട്ടിലോ പുറത്തോ എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഓക്കെ ആണ്. എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഡെവിൾ. ഏഞ്ചൽ എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ എല്ലാ റിസ്കുകളും നിങ്ങൾക്ക് ഈസി ആക്കി തരുന്ന ഒരു പേഴ്സൺ ആണ് നമ്മുടെ ഏഞ്ചൽ. നിങ്ങളുടെ കൂട്ടത്തില് പുറത്ത് പറയണമെന്നില്ല, നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഏതിന്റെ ശക്തിയാണെന്നൊന്നും ഒന്ന് നോക്കിയാൽ. ഇപ്പൊ നമ്മൾ ആര് പറയുന്നത് കേട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഏഞ്ചലിന്റെ മൈൻഡാണോ അതോ ഡെവിളിന്റെ മൈൻഡാണോ?